السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. സഹോദരങ്ങളെ, സൂറ അൽ ഫുർഖാൻ 63-ാമത്തെ വചനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് വാങ്ങി. അങ്ങനെ മുസ്ലിങ്ങളുടെ ഖലീഫയായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്തൊരു പ്രസംഗമുണ്ട്. ഒന്നാമത്തെ പ്രസംഗം ഖലീഫയായതിന് ശേഷം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ കുൻതു ഹരീസൻ അലൽ ഇമാറ. അല്ലാഹുവാണേ സത്യം, ഞാൻ ഇങ്ങനെ ഒരധികാരം ആഗ്രഹിച്ചിട്ടേയില്ല. വലാ കുൻതു ഫിഹാ റാഗിബൻ വലാ സഅൽതുഹ അല്ലാഹ സിർറൻ വ അലാനിയ. ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനോട് ഇങ്ങനൊരു അധികാരം കിട്ടാൻ വേണ്ടി രഹസ്യമായോ പരസ്യമായോ പ്രാർത്ഥിച്ചിട്ടുമില്ല. വമാലി ഫിൽ ഇമാറത്തി റാഹത്തു. ഈ അധികാരം കിട്ടിയതിലൊരു റാഹത്തും എനിക്കില്ല. അധികാരം കിട്ടി ആഗ്രഹിച്ചിട്ടില്ല, അധികാരത്തിന് പൂതി വച്ചിട്ടില്ല, ഒക്കെ ശരിയാണ്. എന്നാലും ഞാൻ അധികാരത്തിന് കിട്ടിയതിന് ശേഷവും അത് റാഹത്താണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഫഇന്നി ഖദ് വുല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. പക്ഷേ എന്നെ നിങ്ങൾ ഖലീഫയായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഉത്തമനൊന്നുമല്ല. ഒരു ഖലീഫയാവാൻ പ്രത്യേക യോഗ്യതകളൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വൈൻ അഹ്സൻതു ഫഅയ്നൂനി. ഞാൻ ജീവിതത്തിൽ സുകൃതം ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വൈൻ അസഅ്തു. ഞാൻ ചെയ്തത് തിന്മയാണെങ്കിൽ, ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ മോശമാണെങ്കിൽ ഫഖവ്വിമൂനി. എന്നെ നിങ്ങൾ നേരെയാക്കുകയും വേണം. പക്ഷേ ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു, വല്ലഈഫു ഫീഖുൻ ഖവിയ്യുൻ ഇന്ദി ഹത്താ അർജിയ ഇലൈഹി ഹഖഹു. ഒരാളുടെ അവകാശം അവന് തിരിച്ചേൽപ്പിച്ചു കൊടുക്കുന്നത് വരെ എത്ര ദുർബലനും എൻ്റെ അടുത്ത് ശക്തനാണ്. ഇനി വൽ ഖവിയ്യു ഫീക്കും ഇന്ദി ലഈഫുൻ. എത്ര ശക്തനാണെങ്കിലും അവൻ എൻ്റെ അടുത്ത് ദുർബലനുമാണ്, അവനിൽ നിന്ന് അവകാശം പിടിച്ചു വാങ്ങുന്നത് വരെ. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് ചെയ്ത പ്രസംഗത്തിൻ്റെ ആകത്തുക. എന്ന് പറഞ്ഞാൽ നാട്ടിലെ എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര പിൻബലമുള്ള വ്യക്തിയാണെങ്കിലും അവനെ ദുർബലൻ്റെ സ്ഥാനത്ത് കണ്ട് അവനിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ളതെല്ലാം വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും. ആൾബലവും പിൻബലവും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അവൻ്റെ അവകാശം അവന് വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അത് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ച ഒരു ഛിദ്രത, ചില ആളുകൾ സക്കാത്ത് നിഷേധിക്കുകയും, നിസ്കാരമൊക്കെ അത് അള്ളാഹ്ക്കുള്ളതാണ്, സക്കാത്ത് നബിക്കുള്ളതായിരുന്നു, നബി മരിച്ചുപോയി, ഇനി ഞങ്ങൾ സക്കാത്ത് നൽകുകയില്ല എന്ന് അല്ലറ ചില്ലറ ആളുകൾ അങ്ങനൊരു വാദഗതിയുമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ആ സമയത്ത് പറഞ്ഞൊരു വാക്ക്, വല്ലാഹി ലൗ മനഊനി ഖാലൻ
കാനൂ യുഅദ്ദൂനഹു റസൂലല്ലാഹ്. അള്ളാഹുവാണേ സത്യം, റസൂലിൻ്റെ കാലത്ത് ആടിനെയും ഒട്ടകത്തെയും ഒക്കെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കഴുത്തിലൊരു കയറിട്ടുകൊണ്ടാണ് നിങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ അബൂബക്കറിന് ആ സക്കാത്ത് തരുമ്പോൾ കയറ് തന്നില്ല എങ്കിൽ ല ഹറബ്തുഹു, ഞാൻ അവരോട് യുദ്ധം ചെയ്യും. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്ക. സക്കാത്ത് അള്ളാഹ്ക്കുള്ളതല്ല, നിസ്കാരം അള്ളാഹ്ക്കുള്ളതുള്ളൂ എന്ന് വേർതിരിക്കുന്ന ആളുകളോടും ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് നയപ്രഖ്യാപനം നടത്തി. ആ നടത്തിയ പാടെ അത് നടക്കുമെന്ന് ആളുകൾക്കറിയാം. ആ വാദഗതികൾ അതോടെ കെട്ടടങ്ങി. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ എന്ന അപരനാമത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ് നാട്ടിൽ ചെയ്തു കൊടുക്കുന്ന ചില സേവനങ്ങളുണ്ടായിരുന്നു. കാന യഹ്ലുബുലിൽ ഹയ്യി അനാമഹും, അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ചില പാവങ്ങളായ ആളുകൾക്ക് ആടുണ്ട്, ഒട്ടകണ്ട്, പഴയ കറന്ന് പാലെടുക്കാൻ ആളില്ല. അത്തരം ആളുകൾക്കൊക്കെ അദ്ദേഹം സൗജന്യമായി കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഖലീഫയായി ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഗോത്രത്തിലെ പെണ്ണ് പറഞ്ഞു, ഇനി അൽ ആന ലാ തുഹ്ലബുലന മനാഇഹദാരിന, നമ്മളെ വീട്ടിലെ കറവയൊന്നും ഇനി അബൂബക്കർ സിദ്ദീഖ് കറന്നല്ലുണ്ടാവില്ല. കാരണം അയാളിപ്പോൾ ഖലീഫയായില്ലേ, വലിയ ഉത്തരവാദിത്തം തലയിൽ വന്നല്ലോ. ഇനിയിപ്പോൾ നമ്മളെപ്പോലത്തെ വീട്ടിലെ ആടുകളെയും ഒട്ടകളെയും കറന്നുതരാനൊന്നും മൂപ്പര് വരലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ ശബ്ദം സിദ്ദീഖുൽ അക്ബറിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ല അഹ്ലുബന്നഹ ലക്കും വ ഇന്നി ല അർജു അല്ലാ യുഅയ്യിറുനി മാ ദഖൽതു ഫീഹി അൻ ഖുൽഖിൻ കുൻതു അലൈഹി. ജനങ്ങളെ, ഇതുവരെ എന്നിൽ നിന്ന് എന്തൊരു സ്വഭാവമാണോ നിങ്ങൾ കണ്ടത്, അതിൽ മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നിൽ നിങ്ങൾ പറ്റിയിരുന്ന സൗജന്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഒരു ഭരണാധികാരി ആരാവണം എന്ന് വെച്ചാൽ പാവങ്ങളുടെ തോഴനാവുകയും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ മുമ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ആ നേതാവിനോടും ആ നേതൃത്വത്തോടും വിലയുണ്ടാവുക. അതിന് കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് രാഷ്ട്രതന്ത്ര പഠനം നടത്തിയിട്ടില്ല, രാഷ്ട്രമീമാംസയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. അദ്ദേഹം കണ്ടുപഠിച്ചത് റസൂലുള്ളയാണ്. റസൂലുള്ളയും ആളുകളും യാത്ര പോയപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയപ്പോൾ റസൂലുള്ള പറഞ്ഞല്ലോ, നിങ്ങൾ ചിലർ പറഞ്ഞു അലയ്യ ദബുഹുവ, ആടിനെ അറുക്കുന്ന ജോലി എനിക്കാണ്, ആടിനെ തൊലി പൊളിച്ച് പാചകം ചെയ്യുന്ന ജോലി ഞങ്ങൾക്കാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു എൻ്റെ ജോലിയാണ് വിറക് ശേഖരിക്കൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളായി അവർ കണ്ടും വളർന്നും വന്നപ്പോൾ അവർക്കത് പ്രശ്നമുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ യഅ്സിലു സൗബഹു, അവനവൻ്റെ വസ്ത്രം അവനവൻ കഴുകും, റസൂലുള്ള കഴുകും. നബിയുടെ വീട്ടിലെ ആടിനെ റസൂലുള്ള കറന്നെടുക്കും, വീട് മുറ്റം വൃത്തിയാക്കും, അടുക്കളയിൽ ഭാര്യയെ സഹായിക്കും, ചെരുപ്പ് തുന്നും. സ്വന്തം സേവനങ്ങളൊക്കെ മറ്റൊരാളോട് കൽപ്പിക്കാതെ നബി സ്വന്തം ചെയ്യും. ഇതൊക്കെ കണ്ടും വളർന്നപ്പോൾ സഹാബികളുടെ ജീവചിത്രവും അങ്ങനെ തന്നെയായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ ശേഷം രാത്രിയിൽ ഇങ്ങനെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ടെൻറ്റിൻ്റെ പുറത്ത് ഒരാൾ വിഷാദമൂകനായി കാവലിരിക്കുന്നു. ഉള്ളിൽ നിന്ന് ഞരക്കവും മൂളലും കേൾക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ ആ ടെൻറ്റിന് മുമ്പിലിരിക്കുന്ന വൃദ്ധൻ വാളെടുത്ത് യുദ്ധത്തിനൊരുങ്ങുന്ന പോലെ ഇങ്ങോട്ട് എതിർത്ത് ചാടി. ആരാണത്? പോകാനല്ലേ പറഞ്ഞത്? പറഞ്ഞു, ഞാൻ മറ്റു ദുരുദ്ദേശമൊന്നുമില്ല,
നിങ്ങളെ കൊള്ള നടത്താനോ നിങ്ങളുടെ മാനം കെടുത്താനോ വേണ്ടി വരുന്നതല്ല, വല്ല സേവനം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ നിൽക്കുകയാണ്, സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള വിഷമത്തിലാണ്. അത് കേട്ട പാടെ ഉമർ റളിയല്ലാഹു തൻ്റെ ഭാര്യ ഉമ്മു കുൽസൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഉമ്മു കുൽസൂമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൽ ലക്കി ഫീ ഖൈരിൻ സാഖഹുല്ലാഹു ലക്കി, അള്ളാഹു നിനക്ക് വഴി കാണിച്ച ഒരു പുണ്യപ്രവൃത്തി പെണ്ണെ നിനക്ക് വേണോ? പുണ്യം ചെയ്യാൻ അവസരം ഒത്തു വന്നിട്ടുണ്ട്, നീ സന്നദ്ധയാണോ എന്നർത്ഥം. ഉടനെ മഹദി ചോദിക്കുന്ന ചോദ്യമുണ്ട്, വമാദാക്ക, എന്താണ് പ്രശ്നം? എന്താണ് ഈ നട്ടപ്പാതിര നേരത്ത് പുണ്യം ചെയ്യാനുള്ള മേഖല? എന്താ? ഹുനാക മിസ്കീനത്തുൻ ഫഖീറത്തുൻ തതഅല്ലമു മിനൽ വിലാദ, അവിടെ ഒരു മിസ്കീനായ പെണ്ണ് പ്രസവവേദന അനുഭവിച്ച് കിടക്കാൻ, സഹായത്തിന് ആരുമില്ല. നീ വന്ന് പരിചരിക്കുന്നുവെങ്കിൽ ആ പുണ്യം നിനക്ക് കിട്ടും. അങ്ങനെ ഭാര്യ അതിനാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ഉമറിൻ്റെ കൂടെ ആ ടെൻറ്റിലേക്ക് നടന്നു പോവാൻ. അവിടെ ചെന്ന് ഭാര്യ ഉള്ളിലേക്ക് കയറി ഉമർ ഈ ടെൻറ്റിൻ്റെ മുമ്പിലെ വൃദ്ധനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താണ് ജോലി? ഉമർ തന്നെ പറയുന്നുണ്ട്, യജമാനൻ കൽപ്പിക്കുന്ന പ്രവൃത്തി ചെയ്തു പോകുന്നു. അപ്പോൾ അടിമയാണല്ലേ? ആ, അടിമയാണ്. നിങ്ങൾക്ക് നബിയെ കണ്ടിട്ടുണ്ടോ? ആ, നബിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഹാബിയാണല്ലേ? ആ, സഹാബിയാണ്. നിങ്ങളുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് മക്കയിലായിരുന്നു, ഇപ്പം മദീനയിൽ താമസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഉമറിനെ പരിചയമുണ്ടോ? അതെ, ഉമറിനെ അറിയാം. ഒരു പരുക്കനാണ് അദ്ദേഹം അല്ലേ? ആളുകളോടൊക്കെ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണല്ലേ അദ്ദേഹം? ആ, അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് എന്ന് ആളുകളൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിനിടയിലാണ് ആ ടെൻറ്റിൽ നിന്ന് ഉമറിൻ്റെ ഭാര്യ വിളിച്ചു പറയുന്നത്, ഏത്? അമീറുൽ മോമിനീൻ അഖ്ബിരി റജുല, അമീറുൽ മോമിനീൻ നിങ്ങൾ ആ കൂട്ടുകാരനായ മനുഷ്യനോട് പറയുക, ഇന്നല്ലാഹ ഖദ് അക്രമഹു ബിവലദിൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. വസൗജത്തുഹു ബിഖൈരിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രയാസങ്ങളൊന്നുമില്ലാതിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇതാണ് അമീറുൽ മോമിനീൻ ഉമർ എന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്യുന്നുണ്ട്. വിഷയം അവിടെയല്ല, ഒരു ഭരണാധികാരി എങ്ങനെയാവണം, ജനങ്ങളുമായുള്ള അവരുടെ ബന്ധം എങ്ങനെയാവണം എന്ന് ഇസ്ലാം പറയാതെ വരച്ചു വെച്ച രേഖാചിത്രങ്ങളാണിതൊക്കെ. ഇനി ഇതുകൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു മറ്റൊരു രാത്രിയിൽ ഒരു ടെൻറ്റിൽ നിൽക്കാതെ കരയുന്ന ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ. അപ്പോൾ ചെന്നു മുട്ടി വിളിച്ചു, എന്താണ് ഈ കുഞ്ഞ് കരയുന്നത്? നിങ്ങൾക്കൊന്ന് പരിചരിച്ചുകൂടെ കുഞ്ഞിനെ എന്നൊക്കെ ചോദിച്ചൊരു ശാസനം നടത്തി. ഉമർ റളിയല്ലാഹു വീണ്ടും നമസ്കാരത്തേക്ക് മുഴുകിയപ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ അതികഠിനമായി. അപ്പോൾ ഉമർ റളിയല്ലാഹു വീണ്ടും ചെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നത്, ഈ കുഞ്ഞ് കരയാനുള്ള ഉത്തരവാദി ഉമറാണ്, ഉമറാണ് ഈ കുട്ടി കരയാൻ കാരണം. അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഉമർ എങ്ങനെയാണ് ഈ കുട്ടി കരയാൻ കാരണമായി തീരുന്നത്? അതിന് പറഞ്ഞ കാരണം, മുലപ്പാൽ നിർത്തിയെങ്കിലേ, മുലകുടി നിർത്തിയെന്ന് ബോധ്യം വന്നെങ്കിലേ ഉമറിൻ്റെ റേഷൻ വിഹിതം കിട്ടും. ആ റേഷൻ വിഹിതം കിട്ടാൻ വേണ്ടി നിർബന്ധിച്ചെൻ്റെ കുഞ്ഞിൻ്റെ മുലപ്പാൽ ഞാൻ നിർത്തുകയാണ്. അത് കിട്ടാഞ്ഞിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി കഴിച്ചുകൂട്ടി സുബഹി നമസ്കാരത്തിൽ ഇമാമ് നിൽക്കുമ്പോൾ നീണ്ട ഓത്ത് ഗദ്ഗതം കൊണ്ട് ആർക്കും കേൾക്കാതെ തിരിയാതാവുകയും നമസ്കാരം കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, എത്ര കുഞ്ഞുങ്ങളെയാണ് ഉമർ കൊന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ആളുകൾ അത്ഭുതപ്പെട്ടു പോയി, ഉമർ കുഞ്ഞിനെ കൊല്ലുകയോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ ലാ തഅജലു, നിങ്ങൾ ധൃതി കൂട്ടരുത്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും റേഷൻ സംവിധാനം ബൈത്തുൽ മാലിന് അനുവദിച്ചിരിക്കുന്നു. ആ റേഷൻ കിട്ടാൻ വേണ്ടി ഒരു കുഞ്ഞും ഇനി മുലപ്പാൽ നിർത്തേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണാധികാരികൾ എങ്ങനെയാവണമെന്ന് ചോദിച്ചാൽ ഭരണീയരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ തലസ്ഥാനത്ത് കർഷകർ ഈ മരം കോച്ചുന്ന തണുപ്പിൽ സമരം ചെയ്യാൻ
സിറിയ ഇസ്ലാം പിടിച്ചടക്കി ഇസ്ലാമിൻ്റെ ആധിപത്യത്തിൽ സിറിയ വന്നപ്പോൾ അതുവരെ സിറിയയിലുണ്ടായിരുന്ന കൃഷിക്കാരുടെ ഭൂമി മുഴുവൻ റോമിലെ അച്ചായന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കയ്യിലാണ്. എന്നിട്ട് ചെറിയൊരു സംഖ്യ പാട്ടം, വലിയ സംഖ്യ പാട്ടം കൊടുത്ത് ചെറിയൊരു സംഖ്യ മാത്രം കൃഷിക്കാർക്ക് കിട്ടുന്ന രീതിയിലാണ് സിറിയയിലെ കാർഷിക മേഖല. ഉമർ റളിയല്ലാഹു അധികാരത്തിലേറ്റതിന് ശേഷം ആ പാട്ടക്കരാർ വ്യവസ്ഥ ഒന്നടങ്കം റദ്ദ് ചെയ്തു. ഒരാളും ഒരു കാശ്മീരി റോമിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ കൃഷി ചെയ്യുക, നിങ്ങൾ വിളവെടുക്കുക, ചെറിയൊരു വിഹിതം മാത്രം ബൈത്തുൽ മാലിലേക്ക് അടക്കുക. എന്നിട്ട് ഉമർ പാസ്സാക്കിയ എന്താ കാര്യങ്ങൾ? ഗോതമ്പ് വയലുകൾക്ക് കൊല്ലത്തിൽ 3 ദിർഹം മാത്രം നികുതി. ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും കൃഷിത്തോട്ടങ്ങൾക്ക് 10 ദിർഹം നികുതി. കരിമ്പ് തോട്ടങ്ങൾക്ക് 3 ദിർഹം നികുതി. പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് 3 ദിർഹം. അങ്ങനെ വളരെ ചെറിയൊരു സംഖ്യ വാർഷിക നികുതിയെ നിശ്ചയിച്ച് കൃഷി ചെയ്യാൻ പറഞ്ഞു. സിറിയയിൽ കാർഷിക വിളകൾ കണ്ട് സജീവമായി. അതുപോലെ തന്നെ ഇറാഖ് മുസ്ലിങ്ങൾ സാദ് അബി വക്കാസ് പിടിച്ചെടുത്ത് അവിടുത്തെ കൃഷിഭൂമിയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു ആദ്യം തന്നെ പറഞ്ഞു, കൃഷിഭൂമി ആർക്കും വിഹിതം വെക്കേണ്ടതില്ല, കൃഷിഭൂമി അവിടുത്തെ കർഷകർക്ക് കൊടുക്കുക. എന്നിട്ട് അവരും ചെറിയൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് അടക്കട്ടെ. അപ്പോൾ മുസ്ലിം പട്ടാളക്കാർ ചോദിച്ചു, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങട്ടെ. ഇറാഖിൽ കുറച്ച് കൃഷിഭൂമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വയനാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ട് അറിയുന്ന മാതിരിയാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ കോഴിക്കോട്ടുകാർ പറയില്ല, എനിക്ക് വയനാട്ടിൽ എൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇറാഖിൽ എനിക്കൊരു തോട്ടം ഉണ്ടെന്ന് പറയാൻ ഉമർ റളിയല്ലാഹു പണം കൊടുത്തും പട്ടാളക്കാരുടെ ഭൂമി വാങ്ങണ്ട. കാരണം പട്ടാളക്കാരൻ എന്ന സ്വാധീനം ഉപയോഗിച്ച് വില കുറച്ച് വാങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കച്ചവടം അവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഈജിപ്തിലേക്ക് തിരിഞ്ഞാൽ ഈജിപ്തിലെ കർഷകർ നിശ്ചിതമായ നികുതിയായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ നൈൽ നദിയിൽ വെള്ളം കയറി കൃഷിയൊക്കെ നശിച്ചു പോയാൽ ഈ നികുതി കൊടുക്കണം, സുലഭമായി കൃഷി ഉണ്ടായാൽ ഈ നികുതി കൊടുക്കണം. അപ്പോൾ കർഷകർ നിവേദനം സമർപ്പിച്ചു ഉമർ റളിയല്ലാഹുവിനോട്, ഉൽപ്പാദനത്തിനനുസരിച്ച് ഉൽപ്പാദനം നടക്കുന്നതനുസരിച്ച് നികുതി ഉണ്ടാക്കുക. ഉൽപ്പന്നം കുറയുമ്പോൾ നികുതി കുറയുക, ഉൽപ്പന്നം കൂടുമ്പോൾ നികുതി കൂട്ടുക. ഉമർ റളിയല്ലാഹു തത്വത്തിൽ അംഗീകരിച്ചു, അതാണ് വേണ്ടത്. അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത്, എല്ലാ നിലക്കും ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരോടൊപ്പം നിൽക്കുവാനും അവരുടെ പ്രശ്നങ്ങളാണ് നാട്ടിൽ ജനക്ഷേമകരമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ മുൻകരുതലായി കാണേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ, അത് വലിയൊരു മാറ്റം ഉണ്ടാവും. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ആ ചെന്ന സമയത്ത് വിളക്കടെ എണ്ണ തീർന്ന് കെട്ടുപോയി. അപ്പോൾ അദ്ദേഹം വിളിക്കുന്നത് യാ ഗുലാം, 2-3 വട്ടം ഭൃത്യനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഭൃത്യൻ ലഅല്ലഹു ഖദു നായി, ഉറങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ പിന്നെ അതിഥിയായ മനുഷ്യൻ കത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ലൈസ മിനൽ കറമി അൻ യസ്തഅമില റജുലു ലൈഫൻ. അതിഥിയോട് ജോലി എടുപ്പിക്കൽ ഒരു മാന്യതയിൽപ്പെട്ട പണിയല്ല എന്ന് പറഞ്ഞ് ഖലീഫ പോയിട്ട് എണ്ണ പാർന്ന് വിളക്ക് കത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഈ അതിഥി ചോദിച്ചു, എന്നാലും നിങ്ങൾ വിളക്ക് കത്തിക്കേണ്ടി വന്നില്ലേ? ഒരു അമീറുൽ മുഅ്മിനീനൊക്കെ ആയിട്ടൊരു വിളക്ക് കത്തിക്കേണ്ടി വന്നില്ലേ? അതിന് ഉമർ അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി, ജിഅ്തു അന വ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ദഹബ്തു അന ഉമർ അബ്ദുൽ അസീസ്. ഞാനിവിടെ എഴുന്നേറ്റാണ് പോയപ്പോഴും ഞാൻ ഉമറാണ്, കത്തിച്ച് തിരിച്ചു വന്നപ്പോഴും ഞാൻ ഉമറാണ്. ഒരു സംഭവം എനിക്ക് മാറ്റം വന്നിട്ടൊന്നുമില്ല. അവിടെയാണ് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായി ഏറ്റെടുക്കുന്ന വിശ്വാസികൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അമാനത്തോടുകൂടി കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ വകുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും, പരലോകത്ത് പടച്ചറബ് ചോദിക്കാതെ വിടുകയില്ല എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവമായി എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹ് പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വളരെ വിനീതരായി നടന്നു പോകുന്നവരാണ് അള്ളാഹുവിൻ്റെ ദാസന്മാർ. അവർ വിവരമില്ലാത്ത ആളുകളുമായി സംസാരിക്കേണ്ടി വന്നാൽ ഗുഡ് ബൈ ചൊല്ലി സലാം ചൊല്ലി പിരിയുകയും ചെയ്യും. ശണ്ട കൂടാനും വഴക്കിലും നിൽക്കാതെ
എളിമയുടെ പ്രതീകമായിരിക്കും അള്ളാഹുവിൻ്റെ ദാസന്മാരെന്ന ആ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിലായിത്തീരാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.